ഹലോ, ബ്രൈഡൽ കോഴ്സിലെ ലാസ്റ്റ് ഡേയിലേക്കുള്ള പ്രിപ്പറേഷൻസിലാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. ഞാൻ 2 ലൈറ്റ്സൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ചുട്ട് പൊള്ളുമായിരുന്നു കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഡേ നമുക്ക് നല്ല മഴയല്ല, മഴ പെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡേ നമുക്ക് ഒരു ബ്രൈഡിനെ ഒരുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രൈഡായിട്ട് വന്നത് എൻ്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീതു. അവളെ നിങ്ങൾ ഓൾറെഡി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും വീഡിയോസ് കാണുന്നവരാണെങ്കിൽ. സത്യത്തിൽ എന്നിൽ കോൺഫിഡൻസും ട്രസ്റ്റും ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് ശ്രീധുവിന് തന്നെയായിരുന്നു. അവളോടൊരു വലിയ താങ്ക്സാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ സാരിയായിട്ട് ചൂസ് ചെയ്തത് സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സാരി ആയിരുന്നു. അതിൻ്റെ കളർ എനിക്ക് ഇഷ്ടമായിട്ടാട്ടോ ഞാനത് ചൂസ് ചെയ്തത്. അതിൽ കുറച്ച് ഫ്ലീറ്റ്സൊക്കെ എടുക്കാൻ കുറച്ച് കഷ്ടമാണെങ്കിലും മാക്സിമം അതിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് മാക്സിമം നല്ല രീതിയിൽ ഫ്ലീറ്റ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു നല്ലൊരു ലുക്കിലേക്ക് അവളെ എത്തിക്കണമെന്ന് അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ പറഞ്ഞാൽ, ഇന്നേ വരെ അവളെ ഞാൻ മേക്കപ്പിൽ കണ്ടിട്ടില്ല. അവളുടെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറും ഐലൈനറും ആണ്. ഇപ്പം നിങ്ങൾ ശ്രീധുവിനെ കാണും. അപ്പോൾ ഇതാണ് ശ്രീധു. ഇവളെ നിങ്ങൾ ഓൾറെഡി വീഡിയോ ദിസ് ഈസ് മൈ മോഡൽ. ശ്രീധു ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ ഹെർ സ്പെഷ്യൽ ഡേ. പറയ് ശ്രീധു, എന്താണ് നിൻ്റെ എക്സൈറ്റ്മെൻറ്റ്? അങ്ങനെ മോഡലാണ് നീ. ഓ ശരി. ഇന്നേ വരെ ലൈഫിൽ ഒരു ഫോട്ടോ പോലും, അവളുടെ ഫോട്ടോ പോലും DP-യോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസോ ആയി വെക്കാത്ത ഒരാളാണ് ഇപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് അത്രയും ഹാപ്പി ആയിരുന്നു. ഞാൻ ഓൾറെഡി ശ്രീധുവിൻ്റെ ഹെയർ ക്രിമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. കാരണം ഞാനത് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആരും വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമിനോടും അതുപോലെ മാമിൻ്റെ 2 മക്കളോടും വലിയൊരു താങ്ക്സാണ് പറയുന്നത്. കാരണം ഒരു ജാടയും കൂടാതെയാണ് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ത് ചോദിച്ചാലും അവർക്കറിയാവുന്നതിൻ്റെ മാക്സിമം അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ. അപ്പോൾ അതിൽ വലിയൊരു താങ്ക്സ്. ഇതാണ് കേട്ടോ മാമിൻ്റെ ഒരു മോള്, ഫാരിസ എന്നാണ് പേര്. അങ്ങനെ ശ്രീധുവിനെ മാക്സിമം അടിപൊളിയാക്കുക. അവളുടെ കുഞ്ഞു കണ്ണുകളാണ്, അതിൽ നല്ലൊരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ മാക്സിമം കലാവിരുത് ഞാൻ ശ്രീധുവിൽ പരീക്ഷിക്കുകയല്ല, ശ്രീധുവിൽ എടുത്തിട്ടുണ്ട്. മാക്സിമം അവളെ അടിപൊളിയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇനി നിങ്ങളാണ് പറയേണ്ടത് ബിഫോറും ആഫ്റ്ററും കണ്ടിട്ട് ശ്രീധു എങ്ങനെയുണ്ട് കാണാൻ എന്നുള്ളത് കേട്ടോ. പിന്നെ അവൾക്ക് ഹീമോഗ്ലോബിൻ്റെ കുറവ് കാരണം കഴുത്തിൽ കുറച്ച് ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ഷെയ്ഡിൻ്റെ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതായിരുന്നു ശ്രീധുവിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഫേവറേറ്റ് ഗോപിപ്പൊട്ടാണ് ഞാൻ ശ്രീധുവിനും വെച്ച് കൊടുത്തത് കേട്ടോ. ശ്രീധു ഇന്നേ വരെ ഗോപിപ്പൊട്ട് വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അവൾക്ക് പൊട്ട് വെച്ചതും കണ്ണെഴുതി കൊടുത്തതും എല്ലാം. ഇപ്പോൾ എനിക്ക് പറയാം, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. പിന്നെ ബ്രൈഡൽ ബുക്കിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ചന്ദന വർണ്ണ എന്നാണ്, അല്ലെങ്കിൽ വർണ്ണ വ്ളോഗ്സ് എന്ന് അടിച്ചാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറയും. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ മസ്റ്റായിട്ട്, നിങ്ങൾ വീഡിയോ ലൈക്ക് ഇട്ടില്ലെങ്കിലും കമൻസ് അറിയിക്കണം. അത് എന്നേക്കാൾ കൂടുതൽ ശ്രീധുവിനെയും ഒരുപാട് സന്തോഷമാക്കും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടിയിരുന്നു. എൻ്റെ ഒറിജിനൽ നെയിം ചന്ദന വർണ്ണ എന്നാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പേരിൻ്റെ ലാസ്റ്റ് വേർഡാണ് ഞാൻ ഇത് വർണ്ണ വ്ളോഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ വന്ന എല്ലാവരും തന്നെ മേക്കപ്പ് ലുക്ക് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കുറേ ബ്രൈഡ്സിനെ കാണും. എല്ലാവരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തതിലും അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ മാത്രമല്ല, എല്ലാവരും. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ മാമിനോടും ശ്രീധുവിനോടും ഉള്ള എൻ്റെ സ്നേഹവും പിന്നെ എന്തുവാ പറയുക, ഒരുപാട് നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. എന്നെ വിശ്വസിച്ചതിന് ശ്രീധുവിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. അങ്ങനെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഹലോ, സോ ഫൈനലി ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 10 ദിവസത്തെ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് എന്ത് പഠിക്കും എന്നുള്ളതായിരിക്കും കുറേ പേർക്ക് ഡൗട്ട് വരിക. ആദ്യം തന്നെ ഈ ഒരു ഘട്ടത്തിൽ റുഷീദ മാമാണ് നമ്മളെ പഠിപ്പിച്ചത്. മാമിനോട് വലിയൊരു താങ്ക്സ് പറയുകയാണ്. സത്യത്തിൽ ഇപ്പം എല്ലാവർക്കും മേക്കപ്പിനെ കുറിച്ചൊരു ധാരണയുണ്ട്. എന്താണ് കൺസീലർ, എന്താണ് ഐ ഷാഡോ, എന്താണ് മസ്കാര, എല്ലാവർക്കും അറിയും. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഏത് പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റിനെക്കാട്ടിലും ബെറ്റർ, ഈ ഒരു സ്കിന്നുള്ളവർക്ക് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും നല്ലത്, സ്കിൻ എന്താണ്, സ്കിൻ അണ്ടർടോൺ എന്താണ്, സ്കിൻ ടോൺ എന്താണ്. പിന്നെ മെയിൻ പ്രശ്നം
ഈ ഒരു കോഴ്സിനെ പറ്റി ഞാൻ അത്രയും ഹാപ്പിയാണ്. നിങ്ങൾ എൻ്റെ ബ്രൈഡിനെ കണ്ടിട്ടുണ്ടാവും. 10th ഡേ ഞങ്ങൾക്ക് ഒരു ബ്രൈഡിനെ ഒരുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ക്യാമറ പിക്സൊക്കെ കിട്ടിയാൽ ഞാൻ ഷുവറായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഇനി നിങ്ങൾക്ക് വല്ല ബ്രൈഡൽ ബുക്കിങ്ങോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഞാൻ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ചന്ദന വർണ്ണ അല്ലെങ്കിൽ വർണ്ണ വ്ളോഗ്സ് എന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ അത്രയും കോൺഫിഡൻ്റ് ആയി. പിന്നെ ഞാൻ ഓൾറെഡി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം വീഡിയോയിൽ, അല്ലെങ്കിൽ എൻ്റെ മാരേജിന് എന്നോട് കുറച്ച് പേര് പറഞ്ഞത് എൻ്റെ ഫേസ് എൻ്റെ ഒരു സ്കിൻ ടോണിൽ നിന്ന് കുറച്ച് ഡാർക്കായിപ്പോയി എന്നുള്ളത് കുറേ അധികം പേര് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയാൻ നല്ല ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു കോഴ്സിന് പോകാൻ കാരണം. അങ്ങനെ പോയപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാനൊരു ബ്രൈഡിനെ ഒരുക്കി. ബ്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ വിളിച്ചപ്പോഴേക്കും അവൾ ഓക്കെ പറഞ്ഞ് വന്നു. പക്ഷെ അവളൊരു മോഡലല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും തന്നെ മേ ബി ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും ഒരു സെൽഫി എടുത്തിട്ട് DP വെക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഫോട്ടോസ് സ്റ്റാറ്റസ് ഇടും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എൻ്റെ ആ ഒരു ഫ്രണ്ട് ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇന്നേ വരെ അവളുടെ വാട്സപ്പ് DPയിൽ അവൾ അധികം വെക്കാറില്ല അവളുടെ ഫോട്ടോ. അതുപോലെ അവളുടെ സ്റ്റാറ്റസിലായാലും അവളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഫോട്ടോസ് ഒന്നും തന്നെ വെക്കാറില്ല. അപ്പോൾ ഫോട്ടോന് പോസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ അവളുടെ മേക്കപ്പ് എന്നുള്ളത് ജസ്റ്റ് സൺസ്ക്രീൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, കണ്ണെഴുതുക. അതും അവളുടെ ഭയങ്കര കുഞ്ഞു കണ്ണാണ്. പക്ഷെ അവൾക്ക് ഒരു ബെസ്റ്റ് തിങ് എന്താ പറഞ്ഞാൽ അവളുടെ ഫേസ് നാച്ചുറലി തന്നെ കോണ്ടേർഡാണ്. അതായത് നല്ല ഷാർപ്പ് ജോ ലൈൻസും കാണാനൊക്കെ നല്ല ഫീച്ചറാണ്. അപ്പോൾ ആ ഒരു ഫീച്ചറിനെ എത്രത്തോളം അടിപൊളിയാക്കാം, ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയായിരുന്നു ഞാൻ അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ അറ്റ് ലാസ്റ്റ് അവളുടെ ആ ഒരു എന്താ പറയുക, എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവളെ കണ്ടപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി. അത്രയും ഭംഗിയായിരുന്നു ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേക്കപ്പ് നമ്മൾ കറക്റ്റായ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ ചെയ്തു പോയാൽ ഒരിക്കലും അത് എന്താ പറയുക പുട്ടിയടിച്ച പോലെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്താൽ ഭംഗി വരും എന്നുള്ളതൊക്കെ എനിക്ക് അത്രയും മനസ്സിലായി. അപ്പോൾ അതിന് ഞാൻ താങ്ക്സ് പറയുന്നത് റുഷീദ മാമിനോടാണ് കേട്ടോ. അപ്പം മാം ആക്ച്വലി നിങ്ങൾ മാമിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്യുക. ഞാൻ ഒന്നില്ലെങ്കിൽ സ്ക്രീനിൽ ഇവിടെ കാണിക്കും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ മാത്രമേ മാമിൻ്റെ ഇനി വരുന്ന അപ്ഡേഷൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലാസ്സസ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാമിൻ്റെ ക്ലാസ് നിങ്ങൾ ചേരുവാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാമിനോടും അതുപോലെ എൻ്റെ ഫ്രണ്ട് ശ്രീധുവിനോടും ഞാൻ എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ക്യാമറ പിക്സും വീഡിയോസൊക്കെ കിട്ടിയാൽ അത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.